വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ചിക്കൻ്റെ കൂടെ പച്ചക്കറി കൂടി ഇട്ടിട്ട് നല്ല അടിപൊളി കറിയാക്കാനാണ് ഞാൻ ഇന്ന് പോകുന്നത്. അപ്പോൾ അതിന് വേണ്ട സാധനങ്ങൾ ഇവിടെ ഞാൻ 1/2 കിലോ ചിക്കൻ നല്ല ഉപ്പും മഞ്ഞളിട്ട് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ബീൻസ് നവൽക്കോസ് എന്ന് പറയും. അത് നിങ്ങൾക്ക് അവിടെ എന്താണെന്ന് പറയാനറിയില്ല, ഞങ്ങൾ നവൽക്കോസാണ് ഇവിടെ പറയൽ. അപ്പോൾ ഇതാണ് സാധനം. അപ്പോൾ അതും കൂടി ഇട്ടിട്ട് ഞാനിവിടെ കറി വെക്കാൻ പോകുന്നുണ്ട്. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പച്ചക്കറി ഇട്ടിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ കറിയാക്കാം. ഞാനിത് 2 സാധനങ്ങൾ എടുത്തിട്ട് ഞാൻ വെക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്കിതിന് മസാലയൊക്കെ എന്താണെന്ന് നോക്കാം. ഞാനിവിടെ കാമൂരി തേങ്ങ എടുത്തിട്ടുണ്ട്, 2 തക്കാളി 2 ഉള്ളി എടുത്തിട്ടുണ്ട്, ഒരു 6 പച്ചമുളകും, പിന്നെ 1 ടീസ്പൂൺ കുരുമുളകും, പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും, പിന്നെ കുറച്ച് മല്ലിച്ചപ്പും, പിന്നെ ഒരു 4 കറാമ്പും, ഒരു ചെറിയ കഷ്ണം പട്ട ഇട്ടിട്ട് എന്നിട്ട് ഇത് നമുക്ക് മിക്സി ജാറിലിട്ടിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. നല്ല നൈസിൽ വേണം അരച്ചെടുക്കാൻ. ഇത് നല്ല നൈസായി അരിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഏത് പാത്രത്തിലോ നമ്മൾ കറി വെക്കാൻ പോകുന്നത് അതിൽ കുറച്ച് ഓയിൽ ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഒരു ഉള്ളി ഇട്ട് കൊടുക്കുക. അത് ഉള്ളിയും ഒരു തക്കാളിയും കൂടി ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റുക. തക്കാളി ഒന്ന് വേഗം ഉടഞ്ഞ് കിട്ടാൻ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്താൽ മതി. അതുപോലെ തന്നെ 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കുക. പിന്നെ 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുക. അങ്ങനെ 1 ടീസ്പൂൺ മുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കുക. അരപ്പിലെല്ലാം എരിവെല്ലാം ഇട്ടിട്ടുണ്ട്, പച്ചമുളക് കുരുമുളക്. അപ്പോൾ ഇത് കോഴിക്ക് പിടിക്കാനാണ് ഞങ്ങൾ കുറച്ച് ഇട്ട് കൊടുക്കുന്നത് മസാല മുളക്. അപ്പോൾ ഇത് നല്ല തുയ്പ്പ് മാറുവോളം കുറച്ച് വാട്ടിയിട്ട് പിന്നെ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. അപ്പോൾ അതും കൂടി ഇട്ടിട്ട് ഇളക്കിയിട്ടായിട്ട് കഴുകി വെച്ച ചിക്കനും കൂടി അതിലേക്ക് ഇട്ട് കൊടുക്കാം നമുക്ക്. അപ്പോൾ ഞാനിവിടെ കോഴിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ ഞാൻ ഇവിടെ കുറച്ച് ഗരം മസാല പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതും കൂടി ഇട്ടിട്ട് അരിഞ്ഞ് വെച്ച പച്ചക്കറിയും കൂടി ഇട്ടിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് എണ്ണയിൽ തന്നെ കടന്നിട്ട് കുറച്ച് നേരം ഇളക്കി കൊടുക്കുക. ഒരു 2-3 മിനിറ്റെങ്കിലും അതിൽ തന്നെ ചെറിയ തീയിൽ വെച്ചിട്ട് കുറച്ച് മൂടി വെച്ചിങ്ങും ആവും. അപ്പോൾ ആ പച്ച തൂയിപ്പെല്ലാം ഒന്ന് മാറി കിട്ടും. അപ്പോൾ ഞാനിങ്ങനെ മൂടി വെച്ചിട്ടുണ്ടായിനി ഒരു 5 മിനിറ്റ്. ആ പച്ചക്കറിക്കും ഇറച്ചിക്കെല്ലാം നന്നായിട്ട് ഉപ്പ് മസാല ഒക്കെ പിടിച്ച് വന്നിട്ടുണ്ട്. ഇനി വേണം നമുക്ക് അരപ്പൊന്ന് ഒഴിച്ച് കൊടുക്കാൻ. അപ്പോൾ അരപ്പ് ഞാൻ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അരപ്പ് ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക. ഉപ്പ് നോക്കിയിട്ട് ആവശ്യത്തിന് നിങ്ങൾക്ക് ഇട്ട് കൊടുക്കാം. വെള്ളം അതുപോലെ തന്നെ അപ്പത്തിനാണെങ്കിൽ നിങ്ങൾക്ക് കുറുകിയിട്ട് കറി വേണമെങ്കിൽ നിങ്ങൾക്ക് വെള്ളം ചോറിനോ അപ്പത്തിനനുസരിച്ചിട്ട് നിങ്ങൾ ഒഴിച്ച് കൊടുക്കുന്നതാണ്. എന്നിട്ട് ഞാനിതാ കുക്കർ മൂടി വെച്ചിട്ട് ഒരു വിസിലാക്കുന്നുണ്ട്. അപ്പോൾ ഇറച്ചിയും പച്ചക്കറി വെന്ത് ഉടഞ്ഞൊന്നും പേടിക്കേണ്ട, ഒരു വിസിലിന് കറക്റ്റാകും. അപ്പോൾ കറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഏത് അപ്പത്തിനും ചോറുക്കും നെയ്ച്ചോറിനാണെങ്കിൽ ഇനിയും നല്ല ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ പച്ചക്കറി തിന്നാത്ത കുട്ടികൾക്കെല്ലാം ഇതുപോലെ കറിയൊന്നും ഉണ്ടാക്കി കൊടുത്തു നോക്കി. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.